ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു 1 വീക്കിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു, വീട്ടിലൊരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. സോറി. അപ്പോൾ ഇന്നത്തെ ചെമ്മനൂർ പോയിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമ്മുടെ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള 250 ജോഡികളുടെ കല്യാണം നടക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ അതിൽ 250 ജോഡി തികഞ്ഞോ എന്നൊക്കെ ചോദിക്കും. സച്ചിയുടെ ഫ്രണ്ട് അനൂപും ഒക്കെ ഉണ്ട്. അപ്പോൾ തികഞ്ഞിട്ടില്ല എന്ന് പറയും, 2 ജോഡിയും കൂടെ വേണമെന്ന് പറയും. അപ്പോൾ 2 ജോഡിയും കൂടെ എങ്ങനെയാണ് ആക്കി, ഇല്ലെങ്കിൽ നിന്റെ തോലി ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് ഇവനാരാന്ന് ചോദിക്കും. സച്ചി എന്ന് പറയും, അവൻ്റെ ഫ്രണ്ടാണെന്ന് പറയും. എന്നിട്ട് ഇവൻ ഒരു ജോഡി ഇവനെയാക്കിയ പോരെ, അപ്പോൾ ഇവൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, എൻ്റെ കല്യാണം കഴിഞ്ഞതെന്ന് സച്ചി പറയും. എന്നിട്ട് പറയും, അതിനെന്താ നിൻ്റെ ഭാര്യയും കൂട്ടിയിട്ട് വന്നിട്ട് ഒന്നും കൂടെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറയും. എന്നിട്ട് അവൻ പറയും, വേണ്ട, ഒരു തവണ കിട്ടിയതിൻ്റെ ഇതന്നെ മാറിയില്ല, ഭയങ്കര ഓട്ടമാണ്, എന്നിട്ട് തന്നെ ഇനിയിപ്പം വേണ്ടാന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് മാല ഏൽപ്പിച്ചു, 500 മാല വേണം എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ അനൂപ് പറയും, മാലയ്ക്ക് ഏൽപ്പിച്ചു, മണിയനെയാണ് ഏൽപ്പിച്ചത്, പക്ഷേ അവൻ 2 ദിവസമായിട്ട് കട തുറക്കുന്നില്ല, വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല, മാല എന്തായാലും കിട്ടുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അവനെവിടെ പോയെന്ന് ചോദിക്കും. അപ്പോൾ ഒരു പെണ്ണിനെയും കൂട്ടിയിട്ട് അവൻ പോയെന്നാണ് നാട്ടിൽ സംസാരം എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നേതാവിനെ ദേഷ്യം പിടിക്കും. എന്നിട്ടാണോ നീ ഇങ്ങനെ അവൻ മാല മറ്റന്നാൾ തരുന്നു വിചാരിച്ചിട്ട് വിശ്വസിച്ച് നിൽക്കുന്നത്, നിനക്ക് എന്നാ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് നീ അവനെ ഓടിപ്പോയിപ്പോൾ ഞാനെന്ത് ചെയ്യാനെന്നുള്ള രീതിയിൽ സംസാരിക്കും അനൂപ്. അപ്പോൾ അവർ ഓടിപ്പോയി നീ സമ്മതിക്കരുതായിരുന്നു, അവൻ്റെ പെണ്ണിനെയും കൂട്ടിയിട്ട് നമ്മുടെ കല്യാണത്തിൽ പങ്കെടുത്തിട്ട് നമുക്കൊരു ജോഡിയെങ്കിലും ആവുമായിരുന്നില്ലേ എന്നൊക്കെ പറയും. എന്നിട്ട് അത് പിന്നെ ഇവിടുന്ന് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ വീട്ടുകാരടിക്കുമല്ലോ, അല്ലെങ്കിൽ സമ്മതിക്കില്ലല്ലോ എന്നൊക്കെ പേടിച്ചിട്ടാണ് അവർ ഓടിപ്പോയതെന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് മാല എനിക്ക് എന്തായാലും മറ്റന്നാൾ കിട്ടിയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ നേതാവ് പറയും. എന്നിട്ട് അതിപ്പോൾ എങ്ങനെയാണ് കിട്ടുക എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും, എങ്ങനെയെങ്കിലും എത്തിക്കണം എന്ന് പറയും. അപ്പോൾ സച്ചിയുടെ വൈഫ് രേവതിയുടെ കാര്യം ഇങ്ങനെ പറയും, ഇവൻ്റെ വൈഫ് നല്ലോണം മാല കിട്ടും, ഇവൻ ഓർഡർ കൊടുക്കാം, ഇവൻ എത്തിച്ചേരും എന്നൊക്കെ ഇങ്ങനെ പറയും അനൂപ്. അപ്പോൾ സച്ചി ആദ്യം ഒന്ന് പതറും, ഒന്ന് ആലോചിക്കും വേണോ വേണ്ടോ എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ എന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ആക്കി താടാന്നൊക്കെ ഇങ്ങനെ അനൂപ് പറയും. എന്നിട്ട് അവനിങ്ങനെ മാലയുടെ കാര്യം സച്ചി ഏറ്റെടുക്കും, റെഡിയാക്കി തരാമെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ നേതാവ് ഒന്നും കൂടെ ചോദിക്കും, അത്രയും സമയമുള്ളൂ, ചുരുങ്ങിയ സമയമുള്ളൂ, മറ്റന്നാൾ 10:30 മുഹൂർത്തം, ഒരു 9 മണിക്കെങ്കിലും 500 മാല ഇവിടെ എത്തിക്കണം, ഒന്നും കൂടെ ആലോചിച്ചോ, ഏറ്റെടുത്തിട്ടുണ്ട്, പിന്നെ ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ സച്ചി പറയേ ഒന്നും പേടിക്കാനൊന്നുമില്ല, ഞാൻ ചെയ്തു തരാമെന്ന് അങ്ങനെ പറയും. എൻ്റെ വൈഫ് നല്ലോണം പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ മാല കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ അഡ്വാൻസ് 25,000 രൂപ അഡ്വാൻസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുക്കും. എന്നിട്ട് പുറത്തെത്തിയിട്ട് സച്ചിക്ക് ഭയങ്കര സന്തോഷം, വലിയൊരു ഓർഡറല്ലേ. അപ്പോൾ അനൂപിനോട് താങ്ക്സ് ഒക്കെ പറയും, നീ കാരണമാണ് കിട്ടിയെന്നൊക്കെ പറയും. എന്നിട്ട് അനൂപ് പറയും, അതൊക്കെ അവിടെ കിട്ടടാ, മാല എങ്ങനെയെങ്കിലും നീ എത്തിക്കണം, ഇല്ലെങ്കിൽ മാല കിട്ടിയില്ലെങ്കിൽ അയാളുടെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിന്നെയും ഇവിടെ നിൽക്കാൻ വിടില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ സച്ചി പറയും, അതൊന്നും നീ പേടിക്കണ്ട, ഞാനെല്ലാം റെഡി ആയിക്കോളാം എന്ന് പറയും. അങ്ങനെ ഈ സന്തോഷ വാർത്തയും കൊണ്ട് സച്ചി വേഗം വീട്ടിലെത്തും. എൻ്റെ അച്ഛനുമായിട്ട് കൂട്ടിമുട്ടും. എന്നിട്ട് നീ എന്താണ് സൂപ്പർ ഫാസ്റ്റോ, കണ്ണും നമുക്കൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അവളെ വിളിക്കുമെന്ന് ഇങ്ങനെ പറയും സച്ചിയും രേവതിയും തമ്മിൽ ചെറിയൊരു ഉടക്കിലാണ്, അവളെ ഒന്ന് വിളിക്കുമെന്ന് പറയും. അച്ഛൻ ചോദിക്കും, എനിക്ക് എന്നെ വിളിച്ചാൽ പോലും ചോദിക്കും. അപ്പോൾ സച്ചി പറയും, ചെറിയൊരു പ്രശ്നത്തിലാണെന്ന് ഇങ്ങനെ പറയും. അങ്ങനെ രേവതിയെ വിളിക്കും. രേവതി വരെ എന്താ അച്ഛൻ ചോദിക്കും. അങ്ങനെ അച്ഛനെ മീഡിയേറ്ററാക്കിക്കൊണ്ട് അവരെല്ലാ കാര്യങ്ങളും സംസാരിക്കും. സച്ചി പറയും, ഒരു മാലയുടെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടോ എന്നിങ്ങനെ പറയും. അപ്പോൾ സന്തോഷമായിരിക്കും. എന്നിട്ട് നീ തന്നെ പറയാമെന്നിങ്ങനെ അച്ഛൻ പറയും. അപ്പോൾ സച്ചി പറയും, അച്ഛൻ പറയാമെന്നിങ്ങനെ പറയും. എന്നിട്ട് രേവതി ചോദിക്കും, കേട്ടു അച്ഛാ ഇങ്ങനെ പറയും. എന്നിട്ട് എങ്ങനത്തെ മാലയാണ്, കല്യാണത്തിനുള്ളതാണോ വിശേഷ പൂജക്കുള്ളതാണോ, എങ്ങനത്തെ മാലയാണ്, എത്ര മാല വേണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അച്ഛാന്ന് പറയും. അങ്ങനെ അച്ഛൻ ചോദിക്കും എത്ര മാല വേണമെന്ന്. അപ്പോൾ സച്ചി പറയും 500 മാല വേണമെന്ന് പറയുമ്പോൾ ഇവർ ഞെട്ടും. 500 മാലയോ എന്നുള്ള രീതിയിൽ ഇവർ ഞെട്ടും. എന്നിട്ടിങ്ങനെ സച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. എൻ്റെ ഫ്രണ്ടില്ലേ അനൂപ്, അച്ഛൻ അറിയില്ലെന്നൊക്കെ പറയും. എന്നിട്ട് അവൻ്റെ നേതാവ് ഒരു സമൂഹ വിവാഹം നടത്തുന്നുണ്ട്. അതിന് 250 ജോഡികളാണ്, 500 മാല വേണം. അപ്പോൾ ഇങ്ങനെ പറയും, അഡ്വാൻസ് തന്നിട്ടുണ്ട് 25,000 രൂപ എന്ന് പറയും. എന്നിട്ടത് സന്തോഷത്തോടെ രേവതിക്ക് കൊടുക്കാൻ വേണ്ടി അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അച്ഛൻ ഇതാ കൊടുക്കുന്നൊക്കെ ഇങ്ങനെ പറയും. അവർക്ക് രണ്ടാക്കും പൈസയൊക്കെ ഉണ്ടപ്പോൾ അവർക്ക് രണ്ടാക്കും സന്തോഷമൊക്കെ ആവും. എന്നിട്ട് അച്ഛൻ പറയും, നീ തന്നെ കൊടുക്കുമെന്ന് പറയും. അപ്പോൾ സച്ചി പറയും, അച്ഛൻ കൊടുക്കും അച്ഛാന്ന് പറയും. അവരെ ഈ കളി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എന്നിട്ട് രേവതി ഇങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് തൊട്ട് തെറ്റിമ്പിലൊക്കെ വെക്കും, പൈസയൊക്കെ, ഭയങ്കര സന്തോഷം. എന്നിട്ട് എപ്പോഴത്തേക്ക് വേണേന്ന് ചോദിക്കും അച്ഛാന്ന് ഇങ്ങനെ പറയും. അപ്പോൾ എന്നിട്ട് അച്ഛൻ ചോദിക്കും എപ്പോഴത്തേക്ക് വേണേന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയും, മറ്റന്നാളത്തേക്ക് വേണമെന്നിങ്ങനെ പറയും. മറ്റന്നാൾ 9 മണിയാകുമ്പോൾ വേണമെന്ന് പറയും. അപ്പോൾ വീണ്ടും ഇവർ ഞെട്ടും, മറ്റന്നാൾ 9 മണിയാകുമ്പോഴത്തേക്ക് 500 മാല എന്നുള്ള രീതിയിൽ ഞെട്ടും. എന്നിട്ട് അഡ്വാൻസ് വാങ്ങുന്നതിന് മുന്നേ എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കണ്ടായിരുന്നോ ഇങ്ങനെ രീതിയിൽ രേവതി സംസാരിക്കും.
അപ്പോൾ സച്ചി പറയും അഡ്വാൻസ് വാങ്ങിപ്പോയി ഇനിയിപ്പം വേണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ പറ, ഞാൻ തിരിച്ചു കൊടുത്തിട്ട് വേറെ ആൾ ഏൽപ്പിക്കാൻ പറയാമെന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു വേണ്ട, വലിയൊരു ഓർഡർ പിടിച്ചു തന്നല്ലേ, വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് പറയും ഇത് ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ മറ്റന്നാൾ 9 മണിയാകുമ്പോഴത്തേക്ക് 500 മാലയൊന്നും എത്തിക്കാൻ പറ്റില്ലാത്ത, എനിക്ക് 2-3 എൻ്റെ പരിചയത്തിലുള്ള ഒരു 5-6 ആൾക്കാരെ വിളിക്കണം, അത് അവർക്ക് ശമ്പളം കൊടുക്കണം എന്ന് പറയും. അപ്പോൾ സച്ചി പറയും ഓക്കെ കൊടുത്തോളം, വിളിച്ചോളൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയും. അച്ഛനോടാണ് ഇതൊക്കെ പറയുന്നത്. എന്നിട്ട് പിന്നെ നാളെ രാവിലെ മാർക്കറ്റ് പോയിട്ട് പൂവെടുക്കാം, അതിനുവേണ്ടി ഒരു വണ്ടി വേണമെന്ന് പറയും. അപ്പോൾ സച്ചി പറയും എൻ്റെ വണ്ടിയിൽ 2-3 തവണയായിട്ട് പോയിട്ട് എടുക്കാം, അതൊന്നും കുഴപ്പമില്ല എന്നിങ്ങനെ പറയും. എന്നിട്ട് രേവതി പറയും ഇനി ഉണ്ടാക്കിയ മാല 500 മാല അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനൊരു വണ്ടി വേണമെന്ന് പറയും. അപ്പോൾ സച്ചി പറയും എൻ്റെ ഓട്ടോയിൽ എന്തായാലും 500 മാല ഒരുമിച്ച് കൊള്ളില്ല, അതുകൊണ്ട് വേറെ വണ്ടി ആക്കാമെന്ന് പറയും. എന്നിട്ട് രേവതി പറയും ഇങ്ങനെയൊക്കെ ഓക്കെ ആണെങ്കിൽ ഞാൻ മറ്റന്നാളത്തേക്ക് 500 മാല റെഡിയാക്കി തരാം അച്ഛാ ഇങ്ങനെ പറയും. അങ്ങനെ സന്തോഷമാവും. അപ്പോഴത്തേക്കും അച്ഛൻ പറയും എല്ലാവരും കേട്ടല്ലോ, പറഞ്ഞല്ലോ, ചോദ്യം പറച്ചിലൊക്കെ കഴിഞ്ഞല്ലോ, ഇനി ഞാൻ പോട്ടെ എന്നിങ്ങനെ രീതിയിൽ സംസാരിക്കും. എന്നിട്ട് അച്ഛൻ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ രേവതിയും സച്ചിയൊക്കെ അവിടെ ആയി. സച്ചി മിണ്ടുന്നുള്ള രീതിയിൽ രേവതിയും സച്ചിയും അവിടെ നിന്നു കുറച്ച് സമയം. പക്ഷേങ്കിലും മിണ്ടിയിട്ടൊന്നുമില്ല. സച്ചി അങ്ങോട്ടേക്ക് മാറിപ്പോയി. അതവിടെ കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് ശ്രുതിയെയും സുധിയെയാണ്. അവർ രണ്ടും കൂടെ റോഡിലൂടെ ഇങ്ങനെ സംസാരിച്ച് നടന്നു വരുന്നതാണ് കേട്ടോ. സുധിയുടെ ജോലിയെക്കുറിച്ചാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. സുധി കാനഡയിലേക്ക് പോകുന്നുള്ള രീതിയിലാണ് സുധി ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ 14 ലക്ഷം രൂപയല്ലേ എന്നുള്ള രീതിയിൽ സുധി സംസാരിക്കുന്നുണ്ട്. അത് കെട്ടിവെച്ചാൽ പോലെ കാനഡയിൽ നമ്മുടെ ലൈഫ് സെറ്റാവില്ല, അത് കൺഫേം അല്ലേ ആ ജോലി എന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതി പറയും എന്നിട്ട് നീ അങ്ങോട്ടേക്ക് പോരെന്ന് പറയും. അപ്പോൾ അല്ല ആദ്യം അത് പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ ശ്രുതി പറയും കാനഡയിലെ ലൈഫൊന്നും വേണ്ട, പിന്നെ അവിടുത്തെ ജോലിയൊന്നും വേണ്ട, ഇവിടെ എന്തെങ്കിലും ജോലി നോക്കുമെന്നിങ്ങനെ പറയും. അഥവാ കാനഡയിലേക്ക് പോയാൽ തന്നെ നമ്മുടെ ഫ്യൂച്ചർ എന്താവും, നമ്മൾ അങ്ങോട്ടും ഇങ്ങും എന്നുള്ള രീതിയിലെല്ലാം നിൽക്കുക. എനിക്ക് എവിടെയല്ലേ പാർലർ ഉള്ളത്, അത് വിട്ടിട്ട് എനിക്ക് എങ്ങോട്ടേക്കും വരാൻ പറ്റില്ല, അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ജോലി സെറ്റാക്കുമെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ സുധി അത് ഇതാവില്ല, കാനഡയിലെ ലൈഫല്ലേ നല്ലത്, അവിടുത്തെ ജോലിയല്ലേ നല്ലത് എന്നുള്ള രീതിയിൽ സുധി സംസാരിക്കും. ഒരു 14 ലക്ഷം രൂപയല്ലേ നിൻ്റെ അച്ഛനോട് അത് തരാൻ പാടെന്നുള്ള രീതിയിൽ. 14 ലക്ഷം രൂപ സുധി കെട്ടി വെച്ചിട്ടുണ്ടോ എന്ന് ആദ്യം നമ്മുടെ ശ്രുതി ചോദിക്കും കേട്ടോ. അതിനുശേഷമാണ് നിൻ്റെ അച്ഛനോട് തരാൻ പറഞ്ഞാൽ പോരെ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും എനിക്ക് അച്ഛനോട് ചോദിക്കാൻ വയ്യ, പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ആധാർ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അച്ഛനോട് ഒരിക്കൽ ചോദിച്ചതാണ്, സ്വന്തം അച്ഛനാണെന്ന് വെച്ചിട്ട് ഇടക്കിടക്ക് ചോദിക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് ഞാൻ പൈസ ചോദിക്കില്ല, എനിക്ക് ശ്രുതിക്ക് നാണോ മാനോ ഇല്ലെങ്കിൽ എനിക്ക് നാണോ മാനൊക്കെ ഉണ്ട് ഇങ്ങനെ പറയും. അപ്പോൾ ശ്രുതിക്ക് അത് വിഷമം. എന്നിട്ട് അതുകൊണ്ട് കാനഡയിലെ ഒന്നും വേണ്ട, ഇവിടെ തന്നെ നോക്കിയാൽ മതി എന്നിങ്ങനെ ശ്രുതിയോട് ശ്രുതി പറയും. പക്ഷേ ശ്രുതി വീണ്ടും പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഓക്കെ കാനഡയിലെ ലൈഫ് ജോലി വേണ്ട, നമുക്ക് ഇവിടെ തന്നെ ഒരു ബിസിനസ് തുടങ്ങാം, നിൻ്റെ അച്ഛനോട് പൈസ ചോദിക്കും, എനിക്ക് ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ എന്തായാലും പൈസ തരും എന്നുള്ള പറയും. അപ്പോൾ ശ്രുതി പറയും അപ്പുറത്തെ വീട്ടിൽ വിളമ്പെന്ന് കണ്ടിട്ട് ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കൈകാൻ പാടില്ല എന്നുള്ള പറയും. അപ്പോൾ ശ്രുതി ഒന്നും മനസ്സിലാത്ത പോലെ അപ്പുറത്തെ വീട്ടിലെ ഭക്ഷണം നീ എന്തൊക്കെയാണ് പറഞ്ഞു, ഞാൻ ഇവിടെ ഫുഡിൻ്റെ കാര്യമല്ലല്ലോ പൈസയുടെ കാര്യമല്ലേ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ശ്രുതി പറയും ശ്രുതിക്കൊന്നും മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാക്കിയില്ല, അതൊന്നും പറ്റില്ല, ബിസിനസ് ഒന്നും ശ്രുതിക്ക് ശരിയാവില്ല, ആദ്യം ഒരു 6 മാസം ഒരു ജോലി ചെയ്ത് കാണിക്കുക, എന്നിട്ട് നമുക്ക് ബിസിനസ് പറ്റി ആലോചിക്കാമെന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും നീ എന്നെ എനിക്ക് ചെയ്യാനാവില്ല, അറിയില്ല എന്നുള്ളത് ഒരു പരോക്ഷമായി പറഞ്ഞതാണല്ലേ എന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും അതെ, അതെങ്കിലും മനസ്സിലായല്ലോ എന്നിങ്ങനെ പറയും. എന്നിട്ട് ശ്രുതിക്ക് പണത്തിൻ്റെ വില അറിയില്ല, ആദ്യം അത് പഠിക്കുക, പണത്തിൻ്റെ വില അറിയാൻ പഠിക്കുക, വാല്യൂ എന്താണെന്ന് പഠിക്കുക എന്നൊക്കെ പറയും. എന്നിട്ട് അല്ലെങ്കിൽ പിന്നെ സ്വന്തം അച്ഛൻ്റെ 50 ലക്ഷം രൂപ വേറെ ഏതോ ഒരു പെണ്ണിന് കൊണ്ട് കൊടുക്കുമോ എന്നിങ്ങനെ പറയും. അപ്പോൾ ശ്രുതിക്കത് വിഷമവും. ശ്രുതി അത് പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് നടക്കും. പക്ഷെ ശ്രുതി അവിടെ തന്നെ നിൽക്കും. മുന്നോട്ട് നടന്നപ്പോൾ ശ്രുതിക്ക് തോന്നി എന്തോ ഒരു പന്തികിട പറഞ്ഞത് ഇച്ചിരി കൂടുതലായിപ്പോയി എന്ന് തോന്നി. എന്നിട്ട് ബാക്കോട്ട് പോയിട്ട് ശ്രുതിയോട് പറയും സോറി ശ്രുതി, ഞാനൊന്ന് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്, സോറി എന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതി പറയും വീട്ടിൽ നിന്ന് സച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യം പറഞ്ഞിട്ട് എന്നെ കുത്തി നോവിക്കാറുണ്ട്, ഇപ്പോൾ ഇതാ നീയും, സന്തോഷമായി, എനിക്ക് തൃപ്തിയായെന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് നടന്നു പോകും. ശ്രുതി വിളിച്ചിട്ട് നിൽക്കുന്നു ഒന്നുമില്ല. അങ്ങനെ അതവിടെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രാത്രി നമ്മുടെ ചന്ദ്രമതിൻ്റെ മുഖത്ത് ശ്രുതി ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നാളത്തേക്ക് പൊളവളാം മിന്നും 5 വയസ്സ് കുറയെന്നൊക്കെ പറഞ്ഞിട്ട് അത് സിമ്പിൾ കാര്യം, അത് അത്രയും ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഫേസ് പാക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ അതവിടെ കഴിയും. പിന്നെ വർഷയും ശ്രീകാന്തും കൂടെ അടി ചെയ്യുന്നതാണ്, AC ഓഫാക്കാനും ഓണാക്കാനും. വർഷയ്ക്ക് AC വേണം, ശ്രീകാന്തിന് AC വേണ്ട. അങ്ങനെ രണ്ടാളും ഓഫാക്കും ഓണാക്കും അങ്ങനെ രണ്ടാളും കൂടെ അടി ചെയ്യും, കറണ്ട് പോവും.
എന്നിട്ട് നമ്മുടെ രേവതിയും എല്ലാവരും ഞെട്ടും, കറണ്ട് പോയത് ഭയങ്കര ചൂടല്ലേ. അപ്പോൾ രേവതിയും മെഴുകുതിരി എടുത്തിട്ട് വരും, മേലേന്ന് സച്ചി ഫ്ലാഷ് ലൈറ്റും അടിച്ചിട്ട് വരും ഫോണിൽ. രണ്ടാളും കൂടെ കണ്ടുമുട്ടും, കുറച്ച് കണ്ണും കണ്ണൊക്കെ നോക്കി നിൽക്കും, പാട്ടൊക്കെ ആവും, റൊമാൻസൊക്കെ ആവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവിടെയാണ് കഴിയുന്നത്. താങ്ക് യു സോ മച്ച്.